കേരളമാണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് ട്രിവാൻഡ്രം ടു കാസർഗോഡാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഹോം ഗ്രൗണ്ടിൽ തന്നെ നമുക്ക് മാക്സിമം എന്താണ് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. ധാരാളം ഓഫീസേഴ്സിന് കേരളത്തിന് ആവശ്യമുണ്ട്. ധാരാളം പദ്ധതികളുടെ നടത്തിപ്പുണ്ട്. അതുപോലെ സമയബന്ധിതമായിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലുണ്ട്. പിന്നെ UPSC ആയിട്ടൊരു കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് KS ഓഫീസറായിട്ട് വരുമ്പോൾ നിങ്ങളൊരു മിഡിൽ ലെവൽ ഓഫീസർ തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ കരിയർ പ്രോസ്പെക്ട്സിൽ ഒരു IAS എത്താനുള്ള ഒരു കൺഫേം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ 3 മാസം നമ്മൾ കുറച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുക. ഈവൻ ടെൻഷൻ പോലും മാറ്റിവെക്കുക. 3 മാസം എല്ലാം മറന്ന് ഇതിലേക്ക് നിന്നേക്കുക. കിട്ടാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ ഓക്കെ, അപ്പൊ നമുക്ക് വേറൊന്ന് നോക്കാമല്ലോ. ഒരു 3 മാസമല്ലേ, അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ആ സിലബസ് മാത്രം ഓറിയന്റ് ചെയ്ത് അതിനനുസരിച്ച് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം ഈ പറഞ്ഞ പോലെ നമ്മളൊരു തീരുമാനം എടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ എക്സാം ഞാൻ അപ്പിയർ ചെയ്യും, എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഞാൻ പുറത്തെടുത്ത് ഈ എക്സാം അപ്പിയർ ചെയ്യും എന്നൊരു തീരുമാനം എടുക്കുക.